സ്തോത്രം. നമുക്ക് വീണ്ടും കടന്നു തിരുവചനം പഠിക്കുവാനായിട്ട് കർത്താവ് നൽകിയിരിക്കുന്ന അനുഗ്രഹീതമായ സമയത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിന്റെ വചനം ആണ് നമ്മെ വീഴ്ചയിൽ നിന്ന് സൂക്ഷിക്കുന്നത്. നമ്മൾ തിരുവചനത്തിൽ വായിക്കുന്നുണ്ട്, ഞാൻ പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിന്റെ വചനങ്ങൾ എൻ്റെ ഹൃദയത്തിൽ സംഗ്രഹിച്ചിരിക്കും. ഞാനിങ്ങനെ സാധാരണ പറയും, ഈ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അവർക്ക് നമ്മുടെ കേരള ഗവൺമെൻറ് ഒരു വാക്സിനേഷൻ കാർഡ് കൊടുക്കും. ഒരു കാർഡ് ഓരോ സമയത്ത് 10-ാം ദിവസം, 20-ാം ദിവസം, 1 മാസത്തിൽ, 1.5 മാസത്തിൽ, 3 മാസം, 6 മാസമൊക്കെ കൂടുമ്പോൾ എടുക്കേണ്ടുന്ന വാക്സിൻ. എന്തിനാണ് വാക്സിൻ എടുക്കുന്നത്? രോഗപ്രതിരോധ ശേഷി ഉണ്ടാകാൻ, അത് പ്രത്യേകമായ ചില രോഗങ്ങൾ വരാതിരിക്കാനാണ് ആ വാക്സിൻ എടുക്കുന്നത്. എടുത്തില്ലെങ്കിലും രോഗം വരും. ഈ വചനം ഒരു വാക്സിനാണ്. നമ്മളെല്ലാ ആഴ്ചയും വന്നത് പഠിക്കുക, വാക്സിൻ എടുക്കുന്ന പോലെയാണ്. അതവിടെ ഞാൻ നേരത്തെ ഉദ്ധരിച്ച വാക്യം, നിന്റെ വചനത്തിന്റെ ഹൃദയത്തിൽ എന്തിരിക്കുന്നു? സംഗ്രഹിച്ചിരിക്കുന്നു. എന്തിനാ? നിന്നോട് പാപം ചെയ്യാതിരിക്കാൻ. വചനം പഠിക്കുന്നതിന്റെ പരമപ്രധാനമായ ഉദ്ദേശം അതാണ്. ലോകത്തിലെ ഈ പാപത്തിൽ നിന്നും, പ്രശ്നങ്ങളിൽ നിന്ന്, ഈ വലിയ സമസ്യയിൽ നിന്ന് നമ്മെ സൂക്ഷിക്കുന്നതാണ് ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നത്. റോമാലേഖനം പഠിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചല്ല റോമാലേഖനത്തില് ഉപദേശപരമായ ഭാഗത്ത് പറയുന്ന അടുത്ത 11-ാം ദിവസം, മറിച്ച് നാം ആരാണെന്നും അല്ലെങ്കിൽ നാം എന്താണ് വിശ്വസിക്കുന്നത് എന്നുള്ളതാണ് റോമാലേഖനം പറയുന്നത്. നമ്മൾ എന്താണ് വിശ്വസിക്കുന്നത്, ഒരാൾ എന്ത് വിശ്വസിക്കുന്നു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് ആ വ്യക്തി ആരായിരിക്കുന്നു എന്നുള്ളത് നിർണ്ണയിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താണ് വിശ്വസിക്കുന്നത് എന്നുള്ളതാണ് റോമാലേഖനം പഠിക്കുന്നത്. അത് മനസ്സിലാക്കാത്തോളം കാലം നമ്മൾ ആരാണെന്നുള്ള തിരിച്ചറിവാണ് നമ്മെ ശരിയായ തീരുമാനങ്ങൾ എടുക്കാനും ശരിയായ വഴി യാത്ര ചെയ്യാനും നമ്മെ പ്രേരിപ്പിക്കുന്നത്, അല്ലേ? അതെ, നമ്മൾ ആരാണെന്നുള്ള തിരിച്ചറിവ്. ഓക്കെ, നമുക്ക് ലേഖനം വായിക്കുക. റോമാലേഖനത്തിലെ 2ാമത്തെ പ്രധാന ഹെഡിങ്ങാണ് നമ്മൾ ചിന്തിച്ചു, നീതീകരണത്തിന്റെ അനിവാര്യത. 3ാമത്തെ പ്രധാന ശീർഷകമായിരുന്നു നീതീകരണത്തിനായുള്ള ദൈവിക കരുതൽ. നീതീകരണത്തിനായുള്ള ദൈവിക കരുതൽ. അതിലെ ആദ്യത്തെ ഉപശീർഷകമാണ് വിശ്വാസത്താലുള്ള നീതീകരണം. 3-ാമത്തെ അധ്യായത്തിന്റെ 21 മുതൽ 31 വരെയുള്ള വാക്യം. 2ാമത്തെ ഉപശീർഷകമാണ് സബ്പോയിന്റാണ് ഇപ്പോൾ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ്? അബ്രഹാമിന്റെ ദൃഷ്ടാന്തം. ഈ വിശ്വാസത്താലുള്ള നീതീകരണത്തിന് ഈ യഹൂദന്മാരുടെ പൂർവ്വപിതാവായ അബ്രഹാമിനെ ഉദ്ധരിച്ചുകൊണ്ട് അബ്രഹാമിൽ നിന്ന് ഒരു ഉദാഹരണം അല്ലെങ്കിൽ ഒരു ദൃഷ്ടാന്തം അവതരിപ്പിക്കുകയാണ് അപ്പോസ്തലനായ പൗലോസ് ചെയ്യുന്നത്. വിശ്വാസത്താലുള്ള നീതീകരണത്തിന് അബ്രഹാമിന്റെ ദൃഷ്ടാന്തം എന്തിനാ പറഞ്ഞത്? അത് ഈ 4-ാം അധ്യായം വായിച്ചു കഴിയുമ്പോൾ നമ്മൾ പഠിച്ചിരുമ്പോൾ നമുക്കത് വ്യക്തമാണ്. റോമാലേഖനത്തിന്റെ പശ്ചാത്തലത്തിൽ നിന്ന് ഒരു വാക്ക് പറഞ്ഞു വരാം. അതായത് വിശ്വാസത്താൽ മാത്രമാണ് നീതീകരണം എന്ന് പറയാൻ ആ 1-ാം നൂറ്റാണ്ടിൽ അപ്പോസ്തലിക കാലഘട്ടത്തിൽ പറയാനുള്ള കാരണം എന്തായിരുന്നു? എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടായിരുന്നോ? എന്തെങ്കിലും ഒരു ദുരുപദേശം വരുമ്പോഴല്ലേ അതിന് ഒരു മരുന്ന് കൊടുക്കേണ്ടി വരുന്നത്. എന്തായിരുന്നു ദുരുപദേശം? ന്യായപ്രമാണം അനുസരിക്കണം, പരിച്ഛേദന ഏൽക്കണം, അല്ലേ? അപ്പൊ നമ്മളത് ഞാൻ പേര് പറഞ്ഞു, നമ്മളൊരു ആ തത്വം, അവരുടെ ആശയത്തിന് നമ്മളൊരു പേരിട്ടു. എന്താ? ന്യായപ്രമാണവാദം അല്ലെങ്കിൽ പരിച്ഛേദന വാദം. എളുപ്പത്തിന് നമുക്ക് അത് ഓർത്തിരിക്കാനായിട്ട് അത് കൊണ്ട് അപ്പോസ്തലപ്രവൃത്തി 15:1 അതിന്റെ
തുടർന്ന് മോശ കൽപ്പിച്ച ആചാരം അനുസരിച്ച് പരിച്ഛേദന ഏൽക്കാഞ്ഞാൽ നിങ്ങൾക്ക് രക്ഷ പ്രാപിക്കാൻ കഴിയുകയില്ല എന്ന് സഹോദരന്മാരെ പഠിപ്പിച്ചു. അപ്പോൾ വിശ്വസിക്കാൻ മാത്രം പോരാ, പിന്നെ എന്ത് ചെയ്യണം? ന്യായപ്രമാണം കൂടെ ന്യായപ്രമാണത്തിലെ ആചാരാനുഷ്ഠാനങ്ങൾ, അതുപോലെ പരിച്ഛേദന മുതലായ കാര്യങ്ങൾക്ക് കൂടെ അനുഷ്ഠിച്ചെങ്കിൽ മാത്രമേ ജാതികളിൽ നിന്ന് വന്നവര് രക്ഷ പൂർണ്ണമാകൂ എന്ന് അവർ പഠിപ്പിച്ചു. അതാണ് ആ കാലഘട്ടത്തിലെ പ്രമാദമായ ദുരുപദേശം. അതിന് തത്തുല്യമായ ദുരുപദേശം എല്ലാ കാലഘട്ടത്തിലും ഉണ്ടായിട്ടുണ്ട്, എല്ലാ കാലഘട്ടത്തിലും ഇന്നുമുണ്ട്. ഇന്നും ഇത് വളരെ പ്രസക്തമായ ഒരു ലേഖനമാണ്. വിശ്വാസത്താൽ മാത്രമാണ് രക്ഷ എന്ന് പറയുമ്പോൾ അല്ല, കുറച്ചും കൂടെ കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്ന് ചിന്തിക്കുന്ന വലിയൊരു കൂട്ടം ഈ ക്രൈസ്തവ കോളത്തിലുണ്ട്. അപ്പോൾ അവരെയൊക്കെ ഉദ്ബോധിപ്പിക്കുന്ന ശരിയായ പാതയിലേക്ക് നടത്താൻ പോകുന്ന ഞാൻ അങ്ങനെയാണ് ഈ ലേഖനം പഠിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞത്. നാമതേ ക്രൈസ്തവ സഹോദരങ്ങളുടെ മധ്യത്തിൽ വേല ചെയ്തപ്പോൾ ആണ് ഇത് കൂടുതൽ വായിച്ച് മനസ്സിലാക്കാനും ഫലകരമായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കാനായിട്ട് പഠിക്കുകയും ചെയ്തു. അപ്പോൾ ഈ ന്യായപ്രമാണവാദികളായ ആളുകൾ പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താണ് അത്? നമ്മൾ ഈ അദ്ദേഹം പഠിക്കും പറയും, അത് ഒന്ന് പറയാം. അതായത് ഞങ്ങൾ ആരാണ്? ഞങ്ങൾ യഹൂദന്മാരാണ്. ഞങ്ങൾ ആരുടെ സന്തതികളാണ്? അബ്രഹാമിന്റെ സന്തതികളാണ്. അബ്രഹാമിന്റെ സന്തതികളായ ഞങ്ങൾ അബ്രഹാം ഏറ്റതുപോലെ പരിച്ഛേദന ഏറ്റവരാണ്. യഹൂദന്മാരായ ഞങ്ങൾക്ക് മാത്രമുള്ള ദൈവം നൽകിയ ഒരു പ്രമാണമാണ് പരിച്ഛേദന. പരിച്ഛേദന ഏറ്റെങ്കിൽ നിങ്ങൾ യഹൂദന്മാർ പരിച്ഛേദന ഏറ്റ് നിങ്ങൾ ആദ്യം യഹൂദന്മാരായി തീർന്നിട്ട് വേണം യേശുവിൽ വിശ്വസിച്ചാലേ നിങ്ങൾക്ക് രക്ഷ കിട്ടുകയുള്ളൂ. അപ്പൊ അബ്രഹാമിനെയാണ് ദൈവം അനുഗ്രഹിച്ചത്. അപ്പൊ ദൈവികമായ അനുഗ്രഹം നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ആരുടെ പിന്തുടർച്ചാവകാശത്തിൽ വരണം? അബ്രഹാമിന്റെ. ഇതുപോലെ പഠിപ്പിക്കുന്ന ആളുകളൊന്നുണ്ട്. കത്തോലിക്ക സഹോദരന്മാര് അല്ലെങ്കിൽ ആ സമുദായത്തിലും മതത്തിൽ വിശ്വസിക്കുന്ന അനേക ആളുകൾ ചിന്തിക്കുന്നത് പത്രോസിനാണ് സ്വർഗ്ഗരാജ്യത്തിന് താക്കോല് കൊടുത്തതെന്നും പത്രോസാണ് ആദ്യത്തെ പോപ്പെന്നും ആ പിന്തുടർച്ചാവകാശം ആ മതത്തിൽ മാത്രമേ ഉള്ളെന്നും അതുകൊണ്ട് ആ മതം പറയുന്ന എല്ലാ കാര്യങ്ങളും ശരിയാണെന്ന് കണ്ണുമടച്ച് അതിലുള്ള ആളുകൾ എന്ത് ചെയ്യണം? വിശ്വസിക്കുകയാണ്. അപ്പൊ ഈ പിന്തുടർച്ചാവകാശം അതിനെ ശക്തമായി കണ്ടിക്കുന്ന ഭാഗമാണ് ഗലാത്യലേഖനം. ചേർത്ത് ചിന്തിക്കേണ്ടതാണ്. അപ്പോ അങ്ങനെയല്ലെന്നും ഇത് ഒരു പിന്തുടർച്ചാവകാശത്തിൽ കൂടെ കിട്ടുന്നതല്ലെന്നും മറിച്ച് അബ്രഹാമിന്റെ ഉദാഹരണം തന്നെ എടുത്ത് പറയുകയാണ്. അബ്രഹാം പരിച്ഛേദന ഏറ്റതിനാലെല്ലാം, അബ്രഹാം കർമ്മത്തിൽ കൂടെയല്ല, മറിച്ച് പറഞ്ഞേ വിശ്വാസത്തിലൂടെ. ഒരു വാക്കൂടെ ചേർത്ത് വേണം പറയാം. നമ്മുടെ ഉപശേഷത്തിലുണ്ട് ഒന്നാമത്തെ ഈ 4-ാം അധ്യായത്തിന് 4ആയിട്ട് നമുക്ക് തിരിച്ചതിൽ ഒന്നാമത്തെ ഉപശേഷം നോക്കി. ഒരു ചെറിയ അബ്രഹാം വിശ്വാസത്തിലൂടെ പ്രവൃത്തി കൂടാതെ, അത് കൂട്ടിച്ചേർക്കണം. അതാണ് ഇതിന്റെ ഹൈലൈറ്റ്. വേദപുസ്തകം പുതിയ നിയമം മുന്നോട്ട് വയ്ക്കുന്ന രക്ഷയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാതലായ കാര്യമാണത്. ഏത്? പ്രവൃത്തി കൂടാതെ. ആവർത്തിച്ചു പറയുന്നുണ്ടല്ലോ അവിടെ. നമ്മൾ പറഞ്ഞ 1 മുതൽ 6 വരെയുള്ള വാക്യം, 4-ാം അധ്യായത്തിന് 1 മുതൽ 6 വരെയുള്ള വാക്യം നമുക്ക് ഒന്നുകൂടെ വായിക്കാം. എന്നാൽ നമ്മുടെ പൂർവ്വപിതാവായ അബ്രഹാം ജഡപ്രകാരം എന്ന് പ്രാപിച്ചു എന്ന് പറയുന്നു. അബ്രഹാം പ്രവൃത്തിയാൽ നീതീകരിക്കപ്പെട്ടുവെങ്കിൽ അവനെ പ്രശംസിപ്പാൻ സംഗതിയുണ്ട്. ദൈവസന്നിധിയിൽ ഇല്ലതാനും. പ്രവൃത്തികളാലാണ് നീതീകരിക്കപ്പെടുന്നതെങ്കിൽ എന്ത് ചെയ്യാം? സ്വയം പ്രശംസിക്കാം. പക്ഷെ അടുത്ത ഒരു ക്ലോസ് ഉണ്ട് അവിടെ. എന്താ? ദൈവസന്നിധിയിൽ ദൈവത്തിന് പറ്റൂ, ആർക്കും പറ്റുകയില്ല. അതാണ് എഫെസിലെ 2:8 കൃപയാലോ നിങ്ങൾ പറഞ്ഞു രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിന് നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനമത്രയാകുന്നു. ആരും പ്രശംസിക്കാതിരിക്കാൻ, ആരും അഹങ്കരിക്കാതിരിക്കാൻ പ്രവൃത്തികൾ. ഇവിടെ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്, അവന്റെ സന്നിധിയിൽ എന്നാണ്. കണ്ടോ? ദൈവസന്നിധിയിൽ ഇല്ലതാണ് ഈ പ്രശംസ. എവിടെ വില പോകില്ല? ദൈവസന്നിധി വില പോകില്ല. അത് 3:20 പറഞ്ഞിട്ടുണ്ട്. ന്യായപ്രമാണത്താൽ അതുകൊണ്ട്
4:3. തിരുവെഴുത്ത് എന്ന് പറയുന്നു അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു എന്ന് തന്നെ. അപ്പോൾ ദൈവത്തിന് വചനം പറയുന്ന എന്താണ്, അത് അംഗീകരിക്കുന്നവർക്കാണ് എന്ത് ലഭിക്കുന്നത്, നീതീകരണം ലഭിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇവിടെ ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായത്തിലെ സംഭവം. അബ്രഹാം ചെന്ന് ദൈവത്തോട് പറയുമോ, ദൈവമേ, അവിടെ നമ്മളിങ്ങനെ അബ്രഹാം ദൈവം പിന്നെയും അബ്രഹാമിന് പ്രത്യക്ഷപ്പെട്ടു, ഞാൻ എൻ്റെ മഹത്തായ പ്രതിഫലവും പരിചയമാകുന്നു എന്ന് പറഞ്ഞപ്പോൾ അബ്രഹാം പറഞ്ഞു, ദൈവമേ ഇത് കുറേ ആയോ പറയാൻ വേണ്ടിയിട്ട്, എനിക്ക് എന്ത് കിട്ടും, എൻ്റെ ദാസനായ ഈ ദമേശക്കാരനായ എലിയാസർ എൻ്റെ സർവ്വസമ്പത്തിനും എന്താകാൻ പോവുകയാണ്, അവകാശിയാകാൻ പോവുകയാണ്. നമ്മുടെ വാട്ടിൽ പറഞ്ഞ എനിക്ക് കുഞ്ഞിക്കാരിൽ ഒരു അവകാശി ഇല്ല, നിന്റെ സന്തതിയെ ഞാൻ അനുഗ്രഹിക്കുമെന്നാണല്ലോ വാഗ്ദത്തം. അപ്പൊ എവിടെ വാഗ്ദത്തം? അപ്പൊ ദൈവം പറഞ്ഞു പുറത്തേക്ക് ഇറങ്ങാൻ പറഞ്ഞു. 5-ാം പിന്നീട് വായിക്കണം, പുറത്തേക്ക് ഇറങ്ങാൻ. ദൈവം പറഞ്ഞു ആകാശത്തേക്ക്, നിന്റെ സന്തതി ഇവണ്ണമാകും, ഇതുപോലെയാകും എന്ന് പറഞ്ഞു. അടുത്ത വാക്ക് 6-ാം വാക്യത്തിൽ ഉൽപ്പത്തി പുസ്തകം 15-6 നമ്മൾ വായിക്കുന്നത്, അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു. ദൈവം പറഞ്ഞ വാക്കുകളിൽ, ദൈവത്തിന്റെ വചനത്തിൽ, വാഗ്ദത്തത്തിൽ, ഒന്നുകൂടെ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ വാഗ്ദത്തത്തിൽ, ദൈവത്തിന്റെ വാക്കിൽ എന്ത് ചെയ്തു, വിശ്വസിച്ചു, അതാണ് നീതിയായി കണക്കിട്ടു. അതാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. 4-ാമത്തെ വാക്യം. ഇനി അടുത്ത വാക്യം 5-ാം വാക്യം. എന്നാൽ പ്രവർത്തിക്കുന്നവന് കൂലി കണക്കിടുന്നത് കൃപയായിട്ടല്ല, കടമായിട്ടത്രേ. പ്രവർത്തിക്കാത്തവനെങ്കിലും അഭക്തനെ നീതീകരിക്കുന്നവനും വിശ്വസിക്കുന്നവനോ അവന് വിശ്വാസം നീതിയായി. ഇവിടെ പ്രവർത്തിക്കാത്തവനെങ്കിലും എന്ന ആ വാക്ക് ഒരു തെറ്റായ ധ്വനി കൊണ്ടുവരുന്നുണ്ട് മലയാളം ട്രാൻസ്ലേഷൻ. ഇംഗ്ലീഷ് വായിക്കണം ഒന്നുകൂടെ. പ്രവൃത്തി കൂടാതെ പ്രവർത്തിക്കാത്തവനെങ്കിലും എന്നല്ല, പിന്നെ പ്രവർത്തിക്കാതെ എന്ത് ചെയ്യണം? 4-ാം വാക്യം 5-ാം വാക്യം. പ്രവർത്തിക്കാതെ അഭക്തനെ എന്ന് പറഞ്ഞാൽ പാപിയെ നീതീകരിക്കുന്നവനിൽ വിശ്വസിക്കുന്നവന് അവന് വിശ്വാസം നീതിയാകും. 6-ാം വാക്യം വ്യക്തമാണ്. ദൈവം പ്രവൃത്തി കൂടാതെ 6-ാം വാക്യം വായിക്കാമോ? Just as David also describes the blessedness of the man to whom God imputed righteousness apart from the works. Apart from the മറ്റനേക ട്രാൻസ്ലേഷനിൽ without works. God who impute righteousness without works. പ്രവൃത്തി കൂടാതെ നീതി എന്ത് ചെയ്യുന്നു? കണക്കിടുന്നു. പ്രവൃത്തി കൂടാതെ നീതി കണക്കിടുന്നു. പ്രവൃത്തി ഇല്ലാതെ പ്രവർത്തിച്ചാലോ? അല്ല, ഞാനും കൂടെ പ്രവർത്തിക്കാം, യേശു കുരിശിൽ മരിച്ചല്ലോ എന്റെ പാപത്തിന് പരിഹാരത്തിന് വേണ്ടിയിട്ട്, എന്നാലും ഞാനും കൂടെ എന്ത് ചെയ്യാം? വേണ്ട. അങ്ങനെ പ്രവർത്തിക്കുന്നതിന് എന്തില്ല? നീതീകരണം ഇല്ല, ആത്മരക്ഷയില്ല. അധർമ്മം മോചിച്ചു പാപം മറച്ചു കിട്ടിയവൻ ഭാഗ്യവാൻ. കർത്താവ് പാപം കണക്കിടാത്ത മനുഷ്യൻ ഭാഗ്യവാൻ. അബ്രഹാം പരിച്ഛേദന കൂടാതെ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടു. 7 മുതൽ 12 വരെ. ഈ വോയിസ് കേട്ട് നിങ്ങളും ഇതുപോലെ ചെറിയ ചെറിയ ഒരു ബുക്ക് എടുത്ത് എഴുതി വെക്കണേ, പ്രയോജനപ്പെടും. ഭാവിയിൽ നിങ്ങൾക്ക് പ്രയോജനപ്പെടും. മറ്റുള്ള ഒക്കെ നിങ്ങൾക്ക് പഠിപ്പിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, നമുക്ക് വായിക്കാം. 9 മുതൽ വായിക്കാം. 7 മുതൽ വായിക്കാം. അധർമ്മം മോചിച്ചു പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ. കർത്താവ് പാപം കണക്കിടാത്ത മനുഷ്യൻ ഭാഗ്യവാൻ. ഈ ഭാഗ്യവർണ്ണനം വായിച്ചേ. പരിച്ഛേദനയ്ക്കോ അഗ്രകർമ്മത്തിന് കൂടെയോ അബ്രഹാമിന് വിശ്വാസം നീതിയായി കണക്കിട്ടു എന്നല്ലോ നാം പറയുന്നത്. അതായത് 32-ാം സങ്കീർത്തനത്തിൽ ദാവീദ് പറയുന്ന ഈ ഭാഗ്യവർണ്ണന ആർക്ക് കിട്ടിയതാ? അബ്രഹാമിന് കിട്ടിയതാ. എങ്ങനെ? ദൈവം അബ്രഹാമിന്റെ അധർമ്മവും പാപവും ചെയ്തു, മോചിച്ചു, നീതീകരിച്ചു എന്നാണല്ലോ. നീതീകരിച്ചു എന്ന് പറഞ്ഞാൽ പിന്നെ ആ വ്യക്തി ആരല്ല? നീതീകരണം
നീതീകരണത്തെ കുറിച്ചുള്ള പാഠത്തിൽ ഞാനത് പറഞ്ഞു. വി ആർ ബീങ് ജസ്റ്റിഫൈഡ്. നമ്മൾ ഇന്ന് ആരാ നീതിമാന്മാരാണ്. നീതിമാൻ എന്ന് പറഞ്ഞാൽ എന്താ? പാപം ക്ഷമിച്ച് കിട്ടിയതാണ് അർത്ഥം. പിന്നെ പാപം ചെയ്തിട്ടില്ല. മനസ്സിലാവുന്നുണ്ട്? ഒരാൾ ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ ആ വ്യക്തിയെ പാപം ചെയ്യാത്ത ആളായിട്ടാണ് ആര് കണക്കാക്കുന്നത്? ദൈവം കണക്കാക്കുന്നത്. എന്ത് പരിപാടിയാണ് നമ്മൾ വിശദീകരിച്ചത്? അതാണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അതെന്താണെന്ന് ചോദിച്ചാല് നമ്മുടെ പാപത്തെ മുഴുവൻ എന്ത് ചെയ്തു? എടുത്തു. അത് 3:25-26 വാക്യങ്ങളുണ്ട്. അത് നമ്മൾ വിശദീകരിച്ചതാണ്. പാപമില്ലാത്തവന്റെ മേലെ നമ്മുടെ മുഴുവൻ പാപം ചെയ്തു ഇട്ടു. അപ്പൊ എക്സ്ചേഞ്ച് ചെയ്തു. ക്രിസ്തുവിന്റെ നീതി അല്ലെങ്കിൽ ദൈവത്തിന്റെ നീതി നമുക്ക് നൽകി നമ്മുടെ പാപത്തെ മാറ്റി. അങ്ങനെ നമ്മളെ ആരായിട്ട് കാണുന്നത്? നീതിമാന്മാരായിട്ട്. അപ്പൊ ഈ നീതി ഇതൊരു ഭാഗ്യവർണ്ണനയാണ്, ഒരു ഭാഗ്യമാണ്. അപ്പൊ ഈ ഭാഗ്യവർണ്ണനം പരിച്ഛേദനക്കാർക്കുള്ളതാണോ അതോ അഗ്രചർമ്മികൾക്കും കൂടി ഉണ്ടോ എന്നാണ് ചോദ്യം. മനസ്സിലായോ? അതായത് വിഷയം ഇത് പരിച്ഛേദനക്കാർ വന്നെന്താ പറയുന്നത്? പരിച്ഛേദനവാദികൾ പരിച്ഛേദന ഏറ്റാലേ എന്ത് കിട്ടുള്ളൂ? നീതീകരണ രക്ഷ കിട്ടുള്ളൂ. അപ്പൊ ചോദ്യം അതാണ് 9-ാം വാക്യം. ഈ ഭാഗ്യവർണ്ണനം പരിച്ഛേദനയ്ക്കോ എന്ന് പറഞ്ഞാൽ പരിച്ഛേദനയ്ക്ക് മാത്രമാണോ അതോ അഗ്രചർമ്മത്തിന് കൂടെയോ? അഗ്രചർമ്മക്കാർക്കും ഉണ്ടോ? പരിച്ഛേദന അയൽക്കാത്തവർക്ക് ഇത് കിട്ടുമോ എന്നാണ് ചോദ്യം. ഓക്കെ, അബ്രാഹാമിന്റെ വിശ്വാസം നീതിയായി കണക്കിട്ടു എന്നല്ലോ നാം പറയുന്നത്. 10-ാം വാക്യം. എങ്ങനെ കണക്കിട്ടത്? പരിച്ഛേദനയിലോ അഗ്രചർമ്മത്തിലോ? അതായത് അബ്രാഹാം പരിച്ഛേദന ഏൽക്കുന്നതിന് മുമ്പാണോ അത് പരിച്ഛേദന ഏൽക്കുന്നതിന് ശേഷമാണോ അബ്രാഹാം നീതിമാനാണ് അല്ലെങ്കിൽ അബ്രാഹാം നീതീകരിക്കപ്പെട്ടതായിട്ട് ദൈവം കണക്കാക്കിയത് എന്നാണ് ചോദ്യം. ഉത്തരവിടത്തിൽ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ കണക്കിട്ടത്? പരിച്ഛേദനയിലോ അഗ്രചർമ്മത്തിലോ? പരിച്ഛേദനയിലല്ല, അഗ്രചർമ്മത്തിലത്രേ. അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉൽപ്പത്തി പുസ്തകം 15 നടക്കാം. ഉൽപ്പത്തി പുസ്തകം 15 അധ്യായം 6-ാം വാക്യം വായിച്ചത്. അവൻ യഹോവയിൽ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണ്ടു. 17-ാം അധ്യായം നമുക്ക് എടുക്കാം. അതിന്റെ 1-ാം വാക്യം. അതിന്റെ 10-ാം വാക്യം. അപ്പൊ ഇത് ഈ പരിച്ഛേദന ഏൽക്കേണ്ടുന്ന പ്രമാണം കൊടുക്കുമ്പോൾ, പരിച്ഛേദന ഏൽക്കുമ്പോൾ അബ്രാഹാമിന് എത്ര വയസ്സുണ്ട്? അത് അവിടെ 24-25 വാക്യം വായിച്ചാൽ മതി. 17, 24, 25. അബ്രഹാം പരിച്ഛേദന ഏറ്റപ്പോൾ അവന് 99 വയസ്സായിരുന്നു. അവന്റെ മകനായ ഇസ്മായിൽ പരിച്ഛേദന ഏറ്റപ്പോൾ അവന്, അപ്പൊ മകനായ ഇസ്മായിൽ അടക്കമുള്ള ആളുകൾ പരിച്ഛേദന ഏൽക്കുന്നത് ഒരുമിച്ചാണ്. അപ്പൊ ഇസ്മായിൽ ജനിക്കുന്നതിന് മുമ്പാണ് 16-ാം അധ്യായത്തിലാണ് ഇസ്മായിൽ ജനിക്കുന്നത്. 15-ാം അധ്യായത്തിലാണ് ദൈവം അബ്രാഹാമിനെ ചെയ്യുന്നത്? നീതീകരിക്കുന്നത്. അപ്പോൾ ഈ പരിച്ഛേദന ഏൽക്കുന്നതിനും കുറഞ്ഞത് ഇപ്പൊ ഇസ്മായിലിന് എത്ര വയസ്സുണ്ട്? 13. അപ്പൊ ഗർഭാവസ്ഥ 1 വർഷം കൂടെ കൂട്ടിയാൽ ഏറ്റവും കുറഞ്ഞത് അബ്രാഹാം പരിച്ഛേദന ഏൽക്കുന്നതിനും 14-ഓ 15-ഓ വർഷത്തിന് മുമ്പാണ് ദൈവം അബ്രാഹാമിനെ ചെയ്തത്? നീതീകരിച്ചത്. ഓക്കെ, റോമാലേഖനത്തിൽ വരാം. റോമാലേഖനം 4:10. 10-ാം വാക്യം. എങ്ങനെ കണക്കിട്ടത്? പരിച്ഛേദനയിലോ അഗ്രചർമ്മത്തിലോ? പരിച്ഛേദനയിലല്ല. പരിച്ഛേദന പറഞ്ഞാൽ അഗ്രചർമ്മത്തിലാണെന്ന് പറഞ്ഞാൽ പരിച്ഛേദന ഏൽക്കുന്നതിന് മുൻപാണ്. അബ്രാഹാം പരിച്ഛേദന ഏൽക്കുന്നതിന് മുമ്പ് എന്ത് പ്രാപിച്ചു? നീതീകരണം പ്രാപിച്ചു. ദൈവത്താൽ നീതീകരിക്കപ്പെട്ടവനായി ദൈവസേനയിൽ പാപവും
അഗ്രചർമ്മത്തോടെ വിശ്വസിക്കുന്നവർക്കുമായി നീതി കണക്കിടപ്പെടുവാൻ തക്കവണ്ണം താൻ അവിടുത്തെ എല്ലാവർക്കും പിതാവായിരിക്കേണ്ടതിന് പരിച്ഛേദനം മാത്രമുള്ളവരല്ല, നമ്മുടെ പിതാവായ അബ്രഹാമിന് അഗ്രചർമ്മത്തിൽ വെച്ചുണ്ടായിരുന്ന വിശ്വാസത്തെ അനുകരിക്കുന്നവരായ പരിച്ഛേദനക്കാർക്ക് പിതാവായിരിക്കേണ്ടതിന് തന്നെ. അവിടെ അതിന്റെ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. അബ്രഹാം പരിച്ഛേദനയേറ്റത് എന്തിനു വേണ്ടിയിട്ടല്ല? നീതീകരണത്തിന് വേണ്ടിയിട്ടല്ല. പിന്നെ എന്തിനാ? ഒന്നുകൂടി നോക്കി പറഞ്ഞു നോക്കി. എന്തിനാണ് പരിച്ഛേദനയേറ്റത്? അഗ്രചർമ്മത്തിൽ വെച്ചുണ്ടായിരുന്ന വിശ്വാസനീതിക്ക് മുദ്രയായിട്ടാണ്. താൻ ദൈവത്താൽ നീതീകരിക്കപ്പെട്ടവനാണ് എന്നുള്ളതിന്റെ ഒരു അടയാളമായിട്ട് താൻ തന്റെ ശരീരത്തിൽ ഏറ്റതാണെന്ത്? പരിച്ഛേദന. നീതീകരണത്തിന് വേണ്ടിയിട്ട് അല്ല. യേശു ക്രൂശിൽ മരിച്ചതിനാൽ സകല മാനവർഗത്തിനും എന്തുണ്ട്? രക്ഷയുണ്ട്. പക്ഷെ അതൊരാൾക്ക് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? എന്ത് ചെയ്യണം? വിശ്വസിക്കണം. വിശ്വസിക്കുക. അതാണ് ആ പോയിന്റ്. ഒന്നുകൂടി നമ്മൾ ഈ ക്ലാസ് കഴിഞ്ഞാൽ ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്നവർ കഴിഞ്ഞാൽ അത് ക്ലിയർ ആവണം. വിശ്വസിക്കുക എന്ന് പറയുമ്പോൾ നാമമാത്രമായ വിശ്വാസമാണോ? ഒരു കേവല വിശ്വാസമാണോ? ആ വിശ്വാസത്തിൽ എന്തുണ്ട്? റോമലേഖനം 10 ഈ ലേഖനം 10:9 എന്ന് പറയുന്നു. ആ വിശ്വാസത്തിൽ 2 കാര്യമുണ്ട്. ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായ് കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യണം. എന്താണ് ഏറ്റുപറയുന്നത്? ഞാൻ പാപിയാണെന്നല്ല ഏറ്റുപറയുന്നത്. യേശുവിനെ കർത്താവെന്ന് വായ കൊണ്ട് ഏറ്റുപറയും. ഇത് തന്നെ അവിടെ യോഹന്നാന്റെ സുവിശേഷത്തിൽ യോഹന്നാൻ പറഞ്ഞത് എന്താ? അവനെ കൈക്കൊണ്ട്, അവനെ കൈക്കൊള്ളണം. സിസ്റ്റർ ജോലി ബ്രദറിനെ ഭർത്താവായിട്ട് ഒരു ദിവസം ചെയ്തു സ്വീകരിച്ച് കൈക്കൊണ്ടു. കഴിഞ്ഞ പറഞ്ഞത് ഈ സ്വീകരിക്കുന്ന മകരം വരെയല്ല, പിന്നെ മരണം വരെയാണ്. പണ്ടാരോ ഉപദേശിച്ച് പാസ്റ്റ് ചൊല്ലിക്കൊടുത്തു മരണം വരെ അങ്ങേക്ക് കീഴ്പ്പെട്ട് ജീവിച്ചു. അത് കൊച്ചി പറയാം മകരം വരെയല്ല. മകരം വരെയല്ലല്ലോ, പിന്നെ മരണം വരെയാണ്. അപ്പൊ അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ആരായിത്തീര? ദൈവമക്കളായിത്തീര. കേവല വിശ്വാസമല്ല, വിശ്വസിക്കുകയും വേണം. യേശുവിനെ കർത്താവായി ഏറ്റുപറയുകയും സ്വീകരിക്കുകയും ചെയ്യണം. എന്ന് പറഞ്ഞാൽ യേശു മാത്രമാണ് എന്റെ രക്ഷകനെന്നും ഇന്നു മുതൽ യേശു മാത്രമാണ് എന്റെ ജീവിതത്തിന്റെ ഉടമസ്ഥൻ, അധികാരി, യജമാനൻ, യേശു പറയുന്നതിനപ്പുറത്ത് എനിക്കൊരു ജീവിതം ഇല്ലെന്ന് ഒരാൾ തീരുമാനിക്കുമ്പോൾ ആ വ്യക്തി നീതിമാനായ നീതിപതിയായി തീർന്നു. ഞാൻ കഴിഞ്ഞ ആഴ്ച ആ ഉദാഹരണം പറഞ്ഞു. ഒരു പെൺകുട്ടി ഒരു പുരുഷനെ ഭർത്താവായി സ്വീകരിക്കുമ്പോൾ അവൾക്ക് ആ പുരുഷനെയും കിട്ടുന്നു, പിന്നെ ആ വ്യക്തിക്കുള്ള എല്ലാ സമ്പത്തിലും അവകാശം കിട്ടുന്നു. എന്തൊക്കെ ആണോ, 1 രൂപയാണോ 1 കോടി രൂപയാണോ, അതിലെല്ലാം അത് കിട്ടുന്നു, അവകാശം കിട്ടുന്നു. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് വീട്ടിൽ പോയി പണിയെടുക്കുന്നതുകൊണ്ടോ, വീട് അടിച്ചു വരുന്നതുകൊണ്ടോ, വസ്ത്രം കഴുകുന്നതുകൊണ്ടോ, പാത്രം കഴുകുന്നതുകൊണ്ടോ, മക്കളെ പ്രസവിക്കുന്നതുകൊണ്ടോ, വീട്ടിലെ എന്താ പറയുന്നത് ഈ കണ്ട പണികളെല്ലാം ചെയ്തു കൂട്ടുന്നതുകൊണ്ടല്ല. പിന്നെ ഏതിനാലാണ്? ഈ സ്വീകരണത്തിലൂടെ, വിശ്വാസത്തിന്റെ സ്വീകരണത്തിലൂടെ കിട്ടുന്നത്. പക്ഷെ ഒരു കാര്യമുണ്ട്, അങ്ങനെ യഥാർത്ഥമായി വിശ്വാസത്തോടുകൂടെ സ്വീകരിച്ച ഒരു പെൺകുട്ടി എന്ത് ചെയ്യും? ഈ കാര്യങ്ങളൊക്കെ ചെയ്യും. അതൊരു ഭാരമായിട്ടല്ല, പിന്നെ അതൊരു പദവിയായിട്ടാണ് ചെയ്യുന്നത്, അല്ലേ? അനേകർക്കും സ്നാനം ഒരു വലിയ കടമ്പയും ഒരു കീറാമുട്ടിയുമാണ്. എന്തുകൊണ്ടത്? എന്തുകൊണ്ടായിരിക്കും? അനേക ആളുകൾക്ക് സ്നാനപ്പെടാൻ നമ്മൾ പറഞ്ഞിട്ട് അനേകർക്കും എന്തുകൊണ്ട് അവർക്ക് സാധിക്കാത്ത സത്യം എല്ലാം മനസ്സിലാവും. സ്നാനപ്പെടാൻ കഴിയുന്നില്ല.
എന്തുകൊണ്ടായിരിക്കും? ഏതാ നമ്മൾ പറഞ്ഞു വന്ന വിഷയത്തിലൊന്ന് പറഞ്ഞു. ഈ വിശ്വാസം ഉണ്ടല്ലോ, വിശ്വാസത്തിന് നിങ്ങളൊരു നിർവചനം പറഞ്ഞു. വിശ്വാസത്തിനുള്ള പര്യായ പദമാണ് ആശ്രയം. ആശ്രയം. നമ്മൾ ദൈവത്തിൽ എന്തുകൊണ്ടാണ് വിശ്വസിക്കുന്നത്? അല്ലെങ്കിൽ ദൈവത്തിൽ എന്തുകൊണ്ട് ആശ്രയിക്കുന്നത്? ദൈവം പ്രാപ്തനാണ്. അതുപോലെ നമ്മൾ പരിമിതി ഉള്ളവരും ദൈവം അപരിമേയനുമായതുകൊണ്ടാണല്ലോ. ഈ അതാണല്ലോ അതിന്റെ കാര്യം. നമ്മളെന്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു? നമ്മെ കൊണ്ട് ആദ്യമല്ല ദൈവത്തെ കൊണ്ട് സാധിക്കും. അതിനൊരു ആ ദൈവത്തിന്റെ ഗുണവിശേഷണവുമായി ബന്ധിപ്പിച്ചതിന് പറഞ്ഞ് ദൈവം സർവശക്തൻ. ബ്രദർ പറഞ്ഞതുമായി ബന്ധപ്പെട്ട് ദൈവം അപരിമേയ, സോവറിൻ, ദൈവം പരമാധികാരി, അത്യുന്നതൻ, സർവശക്തൻ. 91 സങ്കീർത്തനം എടുത്താൽ മതി, അവിടെ കിട്ടും അതിന്റെ എന്താണ് നിർവചനം. അവിടെ കിട്ടും. പറഞ്ഞ് 91 സങ്കീർത്തനം വായിക്കും. തുറക്കരുത്, പുസ്തകം തുറക്കില്ല. അത്യുന്നതന്റെ ദൈവാരം, അത്യുന്നതൻ, എല്ലാറ്റിനും മീതെ, എല്ലാറ്റിനെയും നിയന്ത്രിക്കുന്ന, അവന്റെ അനുമതിയില്ലാതെ ഒന്നും സംഭവിക്കില്ല. അതാണല്ലോ അത്യുന്നതൻ എന്ന് പറയുന്നത്. അത്യുന്നതന്റെ മറുവശിക്കുകയും സർവശക്തൻ. കേട്ടോ, ഇവിടെ നിങ്ങൾ പറയുന്ന സർവശക്തൻ, ബ്രദർ പറഞ്ഞ അത്യുന്നതൻ. സർവശക്തന്റെ നിഴലിൽ കീഴിൽ പാർക്കുകയും ചെയ്യുന്ന യഹോവയെ കുറിച്ച് അവനെന്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എന്റെ ദൈവം. ആ പാട്ടിൽ ആശ്രയിക്കുന്ന ദൈവത്തിന്റെ 2 ഗുണവിശേഷങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, അത്യുന്നതനും സർവശക്തനും. അപ്പൊ ദൈവത്തിന്റെ സർവശക്തിയിലും പരമാധികാരത്തിലുമാണ് നമ്മൾ ആശ്രയിക്കുന്നതെങ്കിൽ ദൈവം പറയുന്നത് അനുസരിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? അനുസരിക്കുന്നത് രക്ഷയ്ക്കല്ല. ദൈവം പറയുവാണ്, ഞാനിതാ പുത്രനെ ക്രൂശിൽ നിനക്ക് വേണ്ടി ബലിയർപ്പിച്ച് നരകത്തിൽ പോകേണ്ടത് നിന്നെ, അശുദ്ധനായ നിന്നെ, പരാജിതനായ നിന്നെ, തള്ളപ്പെട്ട നിന്നെ കൈക്കൊള്ളുവാനും മകളാക്കി തീർക്കാനും ഞാൻ രക്ഷാമാർഗം ഒരുക്കിയിരിക്കുന്നു. എന്റെ സർവശക്തിയിലും പരമാധികാരത്തിലും നിനക്ക് വേണ്ടി സൗജന്യമായി ഒരുക്കിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൽ ഒരാൾ സമ്പൂർണമായി എന്ത് ചെയ്യണം? വിശ്വസിച്ച് ആശ്രയിക്കും, അതിനെ ആശ്രയിക്കും. അങ്ങനെ ആശ്രയിക്കുന്ന ഒരാളെ സംബന്ധിച്ച് അങ്ങനെ ആശ്രയിക്കാതെ വരുമ്പോഴാണ് ആളുകൾ എന്ത് ചെയ്യുന്നത്? പ്രവർത്തിക്കുന്നത്. ഏത് കർമ്മം ചെയ്യുന്നത്, കർമ്മങ്ങൾ ചെയ്യുന്നത്. ഞാൻ 1000 വഴികളിലൂടെ കത്തിക്കാതെ, ഞാൻ ചെരുപ്പിടാതെ നടന്നു പോകാം, ഞാൻ ചെയ്ത അപരാധത്തിന് പാപത്തിന് ഞാൻ പ്രായശ്ചിത്തം ചെയ്യാം, ഞാൻ ഒരു 100 ചാക്ക് അരി ഞാൻ മേടിച്ചു കൊടുക്കാം, ഞാൻ അന്നദാനം ചെയ്യാം എന്ന് പറയുന്നത് ദൈവത്തിന്റെ പരമാധികാരത്തിലും സർവശക്തിയിലും അല്ലെങ്കിൽ ദൈവം ചെയ്ത കാര്യത്തിൽ എന്തില്ല? ആശ്രയം പോരാ, അത് പൂർണ്ണ ആശ്രയമില്ല. എബ്രായരുടെ 7:25 പറയുന്നത്, താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ അവർ സദാ ജീവിക്കുന്നവനാകിയാൽ അവരെ പൂർണ്ണമായി രക്ഷിക്കാൻ അവൻ പ്രാപ്തനാകുന്നു. പൂർണ്ണമായിട്ട് ആർക്ക് രക്ഷിക്കാൻ കഴിയും? യേശു രക്ഷിക്കാൻ കഴിയും. പക്ഷെ യേശുവിലൂടെ പിതാവിലേക്ക് അടുക്കുന്നവരെ മാത്രം, സമ്പൂർണ്ണമായി തന്നെ വിശ്വസിക്കുന്നവർ. അങ്ങനെ വിശ്വസിച്ച് ആശ്രയിക്കുന്ന ഒരാൾക്ക് ഞാൻ യേശുവിനെ വിശ്വസിക്കും, യേശുവിന്റെ വിശ്വാസത്തിലൂടെ മാത്രമേ പാപമോചനമുള്ളൂ എന്ന് ഞാൻ സമ്പൂർണ്ണമായി യേശുവിനെ വിശ്വസിച്ച് ആശ്രയിച്ച് യേശുവിനെ കർത്താവായി ഞാൻ സ്വീകരിച്ചാൽ യേശു പറയുന്ന കാര്യങ്ങൾ അനുസരിക്കാൻ എനിക്കറിയില്ല, ഒരു ബുദ്ധിമുട്ടില്ല. അപ്പൊ ഈ സ്നാനം ഒരു കടമ്പയായി ആളുകൾ നിൽക്കുന്നത്
വിശ്വസിക്കുന്നില്ല. യഥാർത്ഥമായി വിശ്വസിച്ചാൽ അവിടെയാണ് അബ്രഹാം ചെയ്തത്. അബ്രഹാം വിശ്വസിച്ചു, അവന് നീതിയായി കണക്കിട്ടപ്പോൾ സമ്പൂർണമായ ആത്മീയ വിശ്വാസം ദൈവത്തെ ആയതിനാൽ ദൈവം പറയുന്ന ഏതിയായിട്ട് അബ്രഹാം ചെയ്യും. അങ്ങനെ ചെയ്തതാണത്. പരിശീലനല്ല, രക്ഷയ്ക്കല്ല, പാപമോചനത്തിനല്ല, നീതീകരണത്തിനല്ല. പക്ഷെ താൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്നതിന്റെ തെളിവായി മാറി പരിശീലനം. അപ്പോ നമ്മൾ ചെയ്യുന്ന ഒരു നാളുകൾക്ക് വേണ്ടിയിട്ടല്ല, നിത്യതയ്ക്ക് വേണ്ടിയിട്ടല്ല, പാപമോചനത്തിന് വേണ്ടിയിട്ടല്ല. സാധാരണ കൽപ്പനക്കാരൊക്കെ പറയുന്ന ഒരു ഭാഗമാണ് എന്താണ് കർത്താവിനെ സ്വീകരിച്ചത് അന്നതായി ഓർമ്മിക്കപ്പെട്ടു. സ്വർഗത്തിൽ പോകുക എന്നുള്ളത് നമ്മുടെ ലക്ഷ്യമല്ല, ആണോ? അത് രക്ഷിക്കപ്പെട്ടാണ് അതിന്റെ ഉറപ്പ് കിട്ടി. നമ്മൾ ദൈവം നമ്മളായിട്ടുള്ളൂ. സർവശക്തനും പരമാധികാരിയുമായ ദൈവത്തിലുള്ള സമ്പൂർണമായ ആശ്രയമാണ് വിശ്വാസം എന്ന് പറയുന്നത്. അങ്ങനെ സർവശക്തനും പരമാധികാരിയുമായ ദൈവത്തിൽ ഒരാൾ വിശ്വസിച്ചാൽ ആ ആൾക്ക് ഭയം ഉണ്ടാകുമോ? നിരാശ ഉണ്ടാവോ? പാടില്ല. എന്തുകൊണ്ട്? ദൈവം പരമാധികാരിയാണ്, അത്യുന്നതനാണ്. അത്യുന്നതന്റെ കയ്യിലാണ് ഞാൻ ഇരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഞാൻ തീരുമാനിക്കണം. ഈ അത്യുന്നതൻ തീരുമാനിക്കണം, അല്ലേ? സർവശക്തനും പരമാധികാരിയുമായ ദൈവത്തിനാണ് ആശ്രയിക്കുന്നതെങ്കിൽ അതിനനുസൃതമായ ചിന്തയും ചിന്താഗതിയും പ്രവൃത്തിയും നമ്മിൽ നിന്നും പുറപ്പെടും. സ്വാഭാവികമായിട്ട് നമ്മൾ ചെയ്യുന്നില്ല. ആ വിശ്വാസത്തിനൊക്കെ ഒരു ഉളവാകുന്നതാണ്. പലർക്കും നമ്മൾ പറയുമ്പോൾ വേദനാൻ ഒരു ബുദ്ധിമുട്ടില്ല, സാധിക്കുന്നത് എന്തുകൊണ്ടാണ്? വിശ്വാസം. നമ്മളല്ല, പിന്നെ ദൈവത്തിന്റെ വചനത്തിൽ തിരുവഴുത്തിൽ ശന്നോട് ഈ തിരുവഴുത്തിലെ ആസ്പദമാക്കി യേശുവിനെ കുറിച്ചുള്ള സുവിശേഷം പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോ ശന്നൻ പറഞ്ഞു, ഇതാ വെള്ളം, ഞാൻ സ്നാനം കഴിക്കുന്നത് വിരോധം. പറഞ്ഞു, ഈ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നു എങ്കിൽ ആകാം. വിശ്വസിക്കുന്ന ആളായതുകൊണ്ടാണ് ഉയർന്നു വരുന്നത്. സ്നാനം കഴിക്കാൻ തയ്യാറാണ്. വിശ്വാസമാണ് സ്നാനത്തിലേക്ക് വിശ്വസിക്കാൻ കഴിയില്ല. വിശ്വാസമാണ് രക്ഷയ്ക്ക് കാരണമാക്കിയത്. അങ്ങനെയുള്ളത് ദൈവത്തെ ഒരു ബുദ്ധിമുട്ടും ഇല്ല. മറ്റൊരു കാര്യം ഇവിടെ പറഞ്ഞിരുന്നത്, അഗ്രഹത്തിൽ വെച്ചുണ്ടായിരുന്ന വിശ്വാസത്തിന്റെ മുദ്രയായി പരിശീലനം എന്ന അടയാളമാണ് ലഭിച്ചത്. അഗ്രഹത്തോടെ വിശ്വസിക്കുന്നവർക്ക് കൂടെ നീതി കണക്കിടപ്പെടുവാൻ തക്കവണ്ണം താൻ അവർക്ക് എല്ലാവർക്കും പിതാവായിരിക്കേണ്ടതിനും. അപ്പോൾ പരിശീലനം ലഭിക്കുന്നതിന് മുമ്പ് അഗ്രഹത്തിൽ വെച്ചാണ് എന്ത് പ്രാപിച്ചത്? വിശ്വാസം പ്രാപിച്ചത്. അപ്പോൾ അത് നീ ദൈവത്തോട് വാഗ്ദാനമാണത്. നീ ബഹുജാതികൾക്ക് പിതാവാകും, അല്ലെ? ബഹുജാതികൾക്ക് പിതാവാകും. ആ സേവനക്കാർക്കും ആരാകും? പിതാവാകും. പിന്നെ അഗ്രഹങ്ങൾക്ക് പിതാവ്, നമ്മുടെ പിതാവ് ആരും അപ്പൊ അഗ്രഹർമ്മികൾ ദൈവത്തിൽ വിശ്വസിക്കുമ്പോൾ അവര് അവർക്ക് അബ്രഹാം പിതാവായി തീരുന്നതിനും പരിശീലനം മാത്രമുള്ളവരല്ല. നമ്മുടെ പിതാവായ അബ്രഹാമിന് അഗ്രഹർമ്മത്തിൽ വെച്ചുണ്ടായിരുന്ന വിശ്വാസത്തെ
അവർക്ക് കിട്ടില്ല, നീതി കിട്ടില്ല. അബ്രഹാമിന്റെ വിശ്വാസത്തെ പിന്തുടർന്ന് നീതി പ്രാപിച്ച പരിശീലനക്കാരുടെ പിതാവാണ് അബ്രഹാം. എല്ലാ വിചാരണക്കാരുടെ പിതാവ് അല്ല, എല്ലാ അഗ്രഹക്കാരുടെയും പിതാവല്ല. പക്ഷെ അഗ്രഹമെങ്കിലും അബ്രഹാമിന്റെ വിശ്വാസമുള്ളവർ ആരായിരിക്കും? അബ്രഹാമിന്റെ മക്കളെ. അതുകൊണ്ട് വിശ്വാസികളെ അബ്രഹാമിന്റെ മക്കൾ എന്നറിഞ്ഞേ. അപ്പൊ ദൈവം മുൻകണ്ടുകൊണ്ട് വിശ്വാസത്താൽ ജാതികളെ നീതീകരിക്കും എന്നുള്ള ദൈവത്തെ മുൻകണ്ടിട്ട് നിന്നിൽ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും എന്നുള്ള സുവിശേഷം ദൈവം അബ്രഹാമിനോട് മുൻകൂട്ടി അറിയിച്ചു. അങ്ങനെ വിശ്വാസികൾ വിശ്വാസിയായ അബ്രഹാമിനോടുകൂടെ അനുഗ്രഹിക്കപ്പെടുന്നു. ആരല്ല അനുഗ്രഹിക്കപ്പെട്ടെ? പരിശീലനക്കാർ അല്ല, അഗ്രഹക്കാരല്ല, കർമ്മം ചെയ്യുന്നവരല്ല, പ്രവർത്തിക്കുന്നവരല്ല. പിന്നെ ആരാഗ്രഹിക്കപ്പെട്ടെ? വിശ്വാസമുള്ളവർ. ദൈവം വെച്ച രക്ഷാമാർഗത്തിൽ സമ്പൂർണ്ണമായി വിശ്വസിച്ച് ആശ്രയിക്കുന്നവരാണ് അബ്രഹാമിന്റെ മക്കൾ. വിശ്വാസികളെ അബ്രഹാമിന്റെ മക്കളെന്നായി. അങ്ങനെ വിശ്വാസികൾ വിശ്വാസിയായ അബ്രഹാമിനോടുകൂടെ അനുഗ്രഹിക്കപ്പെടുന്നു. ഈ പരിശീലനമായ രൂപരേഖമാരെന്ന് പറയുന്ന പരിപാടി എടുത്ത് നിങ്ങളെ അബ്രഹാമിന്റെ പോലെ പരിശീലനയിൽ നിങ്ങൾ സംശയപ്പെട്ടവർക്ക് അനുഗ്രഹിക്കുകയാണ്. ഇവിടെ ഒരു ശാപവും മൂന്നിന് താഴെ വായിക്കണം. ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയിൽ ആശ്രയിക്കുന്ന എല്ലാവരും എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴെങ്കിലും സ്വയത്തിൽ ആശ്രയിക്കും. നമ്മുടെ ബുദ്ധിയിലോ നമ്മുടെ പ്രവൃത്തികളിലോ നമ്മുടെ ജോലിയിലോ സാമാന്യ ജീവിതത്തിലോ ദൈവികമായ ആത്മീയ കാര്യങ്ങളിലോ നമ്മളിലോ മറ്റെന്തെങ്കിലും ആശ്രയിക്കുന്നത് ദൈവത്തിനല്ല, പ്രസാദകരം അല്ല. എന്തുകൊണ്ട്? നേരത്തെ ഞാൻ പറഞ്ഞു, വിശ്വാസത്തിൽ എന്തുകൊണ്ട്? ദൈവം മാത്രം സർവശക്തൻ, ദൈവം മാത്രം പരമാധികാരി. അങ്ങനെ വരുമ്പോൾ ന്യായപ്രമാണം കൊടുത്തത് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയിൽ ആശ്രയിക്കാനല്ല. ആണോ? ന്യായപ്രമാണത്തിന്റെ കാര്യങ്ങൾ കൃത്യമായി ചെയ്തിട്ട് ഒരാൾ ഒന്ന് പറയാം, ഞാൻ യാതൊന്നെല്ലാം കൃത്യമായി നിർവഹിച്ചു, ഞാൻ ഏത് പെരുന്നാളുകളെല്ലാം കൃത്യമായി അനുഷ്ഠിക്കുന്ന, ശബ്ദാചരിക്കുന്ന, എല്ലാ കർമ്മങ്ങളും കൃത്യമായി നിർവഹിക്കുന്നവനാണെന്ന് പറഞ്ഞ് തന്റെ പ്രവൃത്തിയാണ് അവനെ ആശ്രയിക്കുന്നെങ്കിൽ അതാരാ? ശരീരപ്പെട്ടവരാ. നമ്മൾ ചെയ്യുന്ന ആത്മീയവും ഭൗതികമായ ഒരു കാര്യത്തിലും നമ്മൾ പ്രശംസിക്കാനില്ല. അങ്ങനെ ആശ്രയിക്കുന്നവരാ, അവിടെയാണ് പ്രശ്നം. ഒരാൾ എവിടെയാണ് പ്രശംസിക്കാവൂ? ക്രിസ്തുവിൽ, ക്രൂശിൽ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ എനിക്ക് പ്രശംസിക്കാൻ ഇടവരരുത്. അവനാണ് ലോകത്തിനും ലോകം എനിക്കും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഒരു വ്യക്തിയുടെ സമ്പൂർണ്ണമായ ആശ്രയവും സമർപ്പണവും ക്രിസ്തുവിൽ മാത്രമായിരിക്കും ആ വ്യക്തി ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരാകുകയും. 13 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ പറയുന്നത്, 13 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ അബ്രഹാം ന്യായ
വാഗ്ദത്തത്താൽ അവകാശം പ്രാപിച്ചു എന്നുള്ളതാണ്. അതിശക്തമായ മഴയായിരുന്നു. 5 മിനിറ്റോടെ എഴുതുക. 5 മിനിറ്റോടെ മഴയായിട്ട് നേരത്തെ അബ്രഹാം ന്യായപ്രമാണം കൂടാതെ വാഗ്ദത്തത്താൽ അവകാശം പ്രാപിച്ചു. വാഗ്ദത്തത്താൽ അവകാശം പ്രാപിച്ചു. 13 മുതൽ 16 വരെ വായിക്കുന്നു. ലോകാവകാശിയാണോ എന്നുള്ള വാഗ്ദത്തം അബ്രഹാമിന് അവന്റെ സന്തതിക്കോ ന്യായപ്രമാണത്താലല്ല വിശ്വാസത്തിന്റെ നീതിയാലോ ലഭിച്ചത്. എന്നാൽ ന്യായപ്രമാണമുള്ളവർ അവകാശികളെങ്കിൽ വിശ്വാസം വ്യക്തവും വാഗ്ദത്തം ദുർബലമെന്നോ. ന്യായപ്രമാണമോ കോപത്തിന് ഹേതുവാകുന്നു. ന്യായപ്രമാണം ഇല്ലാത്തിടത്ത് ലംഘനമില്ല. അതുകൊണ്ട് കൃപാദാനം എന്ന് പറയുന്നതിന് വിശ്വാസത്താലല്ലേ അവകാശികളാകുന്നത്. വാഗ്ദത്തം സകല സന്തതിക്കും ന്യായപ്രമാണമുള്ളവർക്ക് മാത്രമല്ല അബ്രഹാമിന്റെ വിശ്വാസമുള്ളവർക്ക് കൂടെ ഉറപ്പാകേണ്ടത് തന്നെ. ഇതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ അബ്രഹാമിന് ദൈവം അവകാശം കൊടുത്തു, വാഗ്ദത്തം കൊടുത്തു. എന്താണ്? നിനക്കും നിന്റെ സന്തതിക്കും എന്നുള്ള അവകാശം. വായിച്ചു പോകാം. ഗലാത്യർ 3-ാം അധ്യായത്തിലെ 16 മുതൽ വായിക്കുന്നതാണ്. ഗലാത്യർ 3:16. എന്നാൽ അബ്രഹാമിനും അവന്റെ സന്തതിക്കും വാഗ്ദത്തങ്ങൾ ലഭിച്ചു. സന്തതികൾക്കും എന്ന് അനേകരെ കുറിച്ചല്ല, നിന്റെ സന്തതിക്കും എന്ന് ഏകനെ കുറിച്ചല്ലേ പറയുന്നത്. അത് രസം തന്നെ. ഞാൻ പറയുന്നതിന്റെ സാധനം 430 ആണ്ട് കഴിഞ്ഞിട്ട് ഉണ്ടായ ന്യായപ്രമാണം വാഗ്ദത്തത്തെ നീക്കുവാൻ കണ്ടുവണ്ണം അത് ദൈവം മുമ്പ് ഉറപ്പാക്കിയ നിയമത്തെ ദുർബലമാക്കുന്നില്ല. അവകാശം ന്യായപ്രമാണത്താലെങ്കിൽ വാഗ്ദത്തത്താലല്ല വരുന്നത്. അബ്രഹാമിന് ദൈവം അങ്ങനെ വാഗ്ദത്തം നൽകി. അപ്പൊ ദൈവം എന്ത് അബ്രഹാമിന് അവന്റെ സന്തതികൾക്ക് കൊടുത്തു? ഒരു അവകാശം. ആ അവകാശത്തേക്ക് വാഗ്ദാനം ചെയ്തു. എന്തിനാലല്ല? ഈ 2 പോർഷനിലും സമാന്തര പാസേജാണ്. രണ്ടും സമാന്തരമായ പാരലലായ പാസേജ്, സമാന്തരമായ വേദഭാഗം. റോമാലേഖനം 4:13 മുതൽ 16 വരെയും ഗലാത്യലേഖനം നമ്മളിപ്പോൾ വായിച്ച ഗലാത്യലേഖനം 16 മുതൽ 18 വരെ വായിച്ച വാക്യങ്ങൾ പാരലൽ പാസേജ്. രണ്ടും ഒരേ കാര്യം പറയും. എന്താ പറയുന്നത്? അബ്രഹാമിന്റെ സന്തതികൾക്ക് ദൈവം കൊടുത്തു, അവകാശം വാഗ്ദത്തമായി കൊടുത്തു. എന്തിനാലല്ല കൊടുത്തിരിക്കുന്നത്? ന്യായപ്രമാണത്താൽ അല്ല. ഈ അബ്രഹാമിന് വാഗ്ദത്തം ചെയ്തതിനും 430 വർഷത്തിന് ശേഷമാണ് തെറ്റ് കൊടുത്തത്. ന്യായപ്രമാണം മോശ വഴി കൊടുത്തത്. മോശ വഴി ന്യായപ്രമാണം കൊടുത്ത അബ്രഹാമിന് ശേഷം 430 വർഷത്തിന് ശേഷമാണ്. അപ്പൊ 430 വർഷം മുമ്പ് ദൈവം വാഗ്ദത്തം ചെയ്തു, നിനക്കും നിന്റെ സന്തതിക്കും അവകാശമാണെന്ന്. അപ്പൊ ന്യായപ്രമാണത്താലാണെങ്കിൽ പിന്നെ വാഗ്ദത്തം എന്തില്ല? ഒരു കാര്യം ദൈവത്തിന്റെ വാക്കിന് ഒരു കാര്യം വ്യവസ്ഥയൊന്നുമില്ലേ? അപ്പോൾ എന്തിനാലല്ല അബ്രഹാം അവകാശം പ്രാപിച്ചത്? ന്യായപ്രമാണത്താലല്ല, പിന്നെ വാഗ്ദത്തത്താലാണ്. നമ്മൾ അങ്ങനെ പ്രമാണത്താലല്ല, ഒരു പ്രമാണത്താലല്ല. പിന്നെ ഈ ക്രിസ്തുവിനെ കുറിച്ചുള്ള വാഗ്ദാനം കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞു. എവിടെയുണ്ട്? 3 വാഗ്ദത്തങ്ങൾ, പ്രവചനങ്ങൾ തിരുവഴുത്തിലുണ്ട്. ആ തിരുവഴുത്തിൽ നമ്മൾ വാഗ്ദാനങ്ങളെ വിശ്വസിച്ചതിനാലാണ് നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടത്, അവകാശികളായി തീർന്നത്. ഒന്നും ചെയ്തിട്ട് ഒന്നും ചെയ്യേ. സാധാരണ പറയട്ടെ, അതുകൊണ്ട് നമ്മൾ ചെയ്തതായിരുന്നു. അതായത് ഒന്നും ചെയ്യാതെ നരകത്തിലേക്ക് പോകുന്ന ശപിക്കപ്പെട്ടവരായ എന്നെ കൃപയാൽ രക്ഷിച്ചല്ലോ. എന്നാൽ എന്റെ പാപത്തിന് ചുമത്തിയല്ലോ.
യുഗങ്ങൾക്ക് മുമ്പേ അങ്ങ് ഒരുക്കിയ രക്ഷ ഇന്നും നല്ല ഒരുക്കിയതല്ല. യുഗങ്ങൾക്ക് മുമ്പേ ഒരുക്കിയ ദൈവത്തിന്റെ മനസ്സിലുണ്ടായ സർവ്വവും സൃഷ്ടിച്ച ദൈവത്തിന്റെ അനാദികാലം മുതൽ മറഞ്ഞു കിടന്ന ആ രക്ഷ എനിക്ക് വെളിപ്പെടുത്തി തന്നല്ലോ. അതുകൊണ്ട് നമ്മൾ വചനം അനുസരിക്കാൻ നമുക്ക് തയ്യാറാകുന്നത്, അതിന് വിലകൊടുക്കാൻ തയ്യാറാകുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നത്. ദൈവമക്കളായതുകൊണ്ടാണ് നമ്മൾ അതിനെ തിരിക്കാൻ ഒരുപ്പെടുന്നത്.